ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ PC വേൾഡ്. അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങുന്നവർക്ക് SCRT NCRT പാഠഭാഗങ്ങൾ ഏതൊക്കെയാണ് നോക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസ് നമ്മൾ കുറച്ചധികം ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്ട്സിൻ്റെ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കൂ. ഞാൻ അതിൻ്റെ ലിങ്ക് സെപ്പറേറ്റ് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അല്ലാതെ നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ SCRT NCRT ബേസ്ഡ് ക്ലാസ് ഒരു മോഡൽ പോലെ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സെക്രട്ടേറിയറ്റ് OAയുടെ മെയിൻസ് എക്സാം വരുന്നത് മെയ് 21-നാണ്. അതെല്ലാവർക്കും അറിയാമായിരിക്കും. ഡിഗ്രി പ്രിലിംസിൻ്റെ 2 ഘട്ടങ്ങളിലായിട്ടാണ് എക്സാം നടക്കുന്നത്. അതിൽ സ്റ്റേജ് 1 എന്ന് പറയുന്നത് മെയ് 24-നും സ്റ്റേജ് 2 എന്ന് പറയുന്നത് ജൂൺ 28-നുമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ എത്ര പേര് ഡിഗ്രി എഴുതുന്നുണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ പ്രിലിംസ്. അപ്പോൾ ഡിഗ്രി ലെവൽ ഓഫ് എക്സാമിനും അതുപോലെ KS, നമുക്ക് ഇനി വരാൻ പോകുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാന്, അതുപോലെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്ന VFAക്കും ഒക്കെ അത്യാവശ്യം വേണ്ട സംഭവങ്ങളൊക്കെ തന്നെയാണ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ വീഡിയോസിലും പറയാറുണ്ട് ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നല്ലവണ്ണം ഫോക്കസ് ചെയ്യണം എന്നുള്ളത്. കാരണം അതിൽ നിന്ന് ധാരാളം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ചരിത്രം ബേസ്ഡ് ആയിട്ടൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതലും SCRT ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഓക്കെ, NCRT എന്ന് എനിക്ക് തോന്നുന്നു ഡിഗ്രി ലെവലിലാണ് കുറച്ചും കൂടെ ചോദിച്ചു കണ്ടേക്കണം. പക്ഷേ ഇപ്രാവശ്യം വേണമെങ്കിൽ അങ്ങനെ ഒറ്റ എക്സാം ആണ്. അസിസ്റ്റന്റ് സെയിൽസിന്റെ പ്രിലിംസ് മെയിൻസ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ LDC പോലെ നടക്കുന്ന ഒരു എക്സാം ആയതുകൊണ്ട് അത്യാവശ്യം കട്ടിയായിട്ട് തന്നെ ചോദ്യം വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ VFAയുടെ അറിയില്ല, മേ ബി അത് സിംഗിൾ എക്സാം ആയിരിക്കും, അറിയില്ല. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് നോക്കാം, അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഡിഗ്രി ലെവലിലെ മെയിൻസിനൊക്കെ നല്ല കട്ടി ചോദ്യങ്ങളൊക്കെ തന്നെയാണ് വന്നത് ചരിത്രത്തിന്റെ ഏരിയയിൽ നിന്ന്. നമുക്ക് കണ്ടിട്ടും കൂടി ഇല്ല, കാരണം SCRT പാഠഭാഗങ്ങൾ വായിക്കുന്നവർ കണ്ടിട്ടേ ഉണ്ടാവില്ല അത്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ NCRT നോക്കണം. ഇതിലിപ്പോൾ കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള സെപ്പറേറ്റ് ചാപ്റ്റേഴ്സ് പറയുന്നുണ്ട്. ഇത് അത്യാവശ്യം നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങൾ ക്ലാസ്സും ചാപ്റ്റേഴ്സും ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ PDF അവൈലബിൾ ആണെങ്കിൽ ഈ പറയുന്ന ചാപ്റ്റേഴ്സും ക്ലാസ്സും ഏതാണെന്ന് മനസ്സിലാക്കി നമ്പറിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് വായിച്ചാൽ മതിയല്ലോ. ഓക്കെ, അല്ലാതെ ഇത് എഴുതിയെടുത്ത സമയം കളയാൻ ഞാൻ ഒരിക്കലും പറയില്ല. ഓക്കെ, അപ്പോൾ ഹിസ്റ്ററി എന്ന് പറയുന്ന ആ ഒരു ഇതിൽ നിന്ന് നമ്മൾ ക്ലാസ് 12 പ്ലസ് 2 ചാപ്റ്റർ 14 ആധുനിക പൂർവ്വ കേരളം, സമ്പദ് വ്യവസ്ഥ, സമൂഹം, ഭരണ സംവിധാനം, ക്ലാസ് 12 ചാപ്റ്റർ 15 കേരളം ആധുനികതയിലേക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കി ഇത് കേരള ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഈ രണ്ടെണ്ണം. ഇപ്പോൾ കേരളം ആധുനികതയിലേക്ക് എന്നൊക്കെ നല്ലൊരു പോസിബിലിറ്റി ഉള്ള ഒരു ചാപ്റ്റർ ആണ് അതൊക്കെ. ഓക്കെ, നമുക്ക് നവകേരള സൃഷ്ടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് SCRT ഉണ്ട്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് NCRT. ഓക്കെ, നമ്മൾ ശ്രീധരമേനോൻ സാറിന്റെ കേരള ചരിത്രമൊക്കെ വായിക്കാൻ പറയാറുണ്ട്, കേരള ഹിസ്റ്ററിക്ക്. അപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ട് നോക്കേണ്ടവർക്ക് അങ്ങനെ വളരെയധികം ബുക്സ്, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ബുക്സ് ഉണ്ടല്ലോ ഓരോന്നിന്, അത് വെച്ച് നോക്കാം. എനിവേസ് ടെക്സ്റ്റ് മിസ് ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോൾ അതൊന്നും മേടിച്ച് വായിക്കാൻ സാധിക്കാത്തവർ ടെക്സ്റ്റ് എന്തായാലും കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാം. ദെൻ ക്ലാസ് 12 തന്നെ ചാപ്റ്റർ 10 കോളനി ഭരണവും ഗ്രാമപ്രദേശങ്ങളും, അതുപോലെ ചാപ്റ്റർ 11 കലാപകാരികളും രാജ്യവും 1857 കലാപവും അതിന്റെ ചിത്രീകരണങ്ങളും. ഈ 2 പാഠം പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കാണും ഇത് ഇന്ത്യൻ ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഓക്കെ, ഇനി പറയാൻ പോകുന്ന ഈ ബോക്സിൽ കിടക്കുന്ന ഈ 4 എണ്ണവും ഇന്ത്യൻ ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ചാപ്റ്റർ 12 മഹാത്മാഗാന്ധിയും ദേശീയവാദ പ്രസ്ഥാനവും, ചാപ്റ്റർ 13 വിഭജനത്തെ മനസ്സിലാക്കൽ, രാഷ്ട്രീയ ഓർമ്മകൾ, അനുഭവങ്ങൾ. അപ്പോൾ ഇതില് കോളനി ഭരണം, ഗ്രാമപ്രദേശം വളരെയധികം ഇന്റേണൽ ആയിട്ട് ചിലപ്പോൾ അതിൽ നിന്നൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇരുന്ന് വായിക്കാതെ. അതുപോലെ കലാപകാരികളും രാജ്യവും 1857 കലാപവും അതിന്റെ ചിത്രീകരണങ്ങളും. ഈ റിവോൾട്ട് ഓഫ് 1857 വളരെ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് വായിക്കുക. അതുപോലെ മഹാത്മാഗാന്ധി റിലേറ്റഡ് ആയിട്ടുള്ളത് എല്ലാ ഫാക്ട്സും നോക്കുന്നത് നല്ലതാണ്. നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് സ്വതേ അറിയാവുന്ന കാര്യങ്ങൾ അവർ ഇടാം, 1-2 ഇടാം, പക്ഷെ അറിയാത്ത എന്തെങ്കിലും കാര്യം ഇടും. അപ്പോൾ നമ്മളോട് എലിമിനേറ്റ് ചെയ്യാൻ പറയുമ്പോൾ, അതായത് ശരി ഏത് തെറ്റ് ഏതെന്ന് പറയുമ്പോഴാണ് നമുക്ക് ആകെ കൺഫ്യൂഷൻ വരിക. ഓക്കെ, നമുക്ക് ചിലപ്പോൾ അറിയാത്തതായിരിക്കും 4 സ്റ്റേറ്റ്മെന്റ്സിൽ 2 അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ മേ ബി ടെക്സ്റ്റിന്റെ ഉള്ളിൽ നിന്നൊക്കെയാണ് ചോദിക്കാൻ ചാൻസ് ഏറെയും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളത് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 10th പ്രിലിംസിൽ തന്നെ മഹാത്മാഗാന്ധി റിലേറ്റഡ് ആയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ നമ്മൾ ഒരു വ്യക്തിത്വത്തെ കുറിച്ചൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കാം. മഹാത്മാഗാന്ധി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് നമ്മൾ പഠിക്കേണ്ടത്. കാരണം നമുക്കറിയാം അദ്ദേഹം എഴുതിയ ബുക്സ്, അദ്ദേഹത്തെ കുറിച്ച് മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് എഴുതിയ ബുക്സ്, ഇതൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അദ്ദേഹം അതായത് എല്ലാ ഫാക്ട്സും റിലേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ വായിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് കൂടുതലും ഇപ്പോൾ നമ്മൾ SCRT വായിക്കുന്നതോടൊപ്പം ഈ പറയുന്ന ചാപ്റ്ററും കൃത്യമായിട്ട് വായിക്കാം. അപ്പോൾ ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങളിപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ട് SCRTയിൽ ഏതൊക്കെ പാഠഭാഗങ്ങൾ ഇപ്പോൾ ഒരു ദിവസം പഠിക്കുന്നോ അതുപോലെ തന്നെ NCRTക്കും ഒരു സമയം കണ്ടെത്തും. ദെൻ ഗാന്ധിയൻ പഠനം എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട്. അത് +1 ചാപ്റ്റർ 2 മഹാത്മാഗാന്ധിയുടെ രൂപാന്തരം 1-ാം ഘട്ടം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായാലും ഇതൊക്കെ ചോദിക്കാൻ ചാൻസുകളാണ്. ദെൻ ചാപ്റ്റർ 3 മഹാത്മാഗാന്ധിയുടെ രൂപാന്തരം 2-ാം ഘട്ടം.
നോക്കൂ, ആ ഒരു വ്യക്തിത്വത്തെക്കുറിച്ച് ഇഷ്ടംപോലെ കാര്യങ്ങളാണ് നമുക്ക് +1 +2 പഠിക്കാനുള്ളത് ഈ ഒരു ഹ്യൂമാനിറ്റീസ് ഏരിയയിൽ നിന്ന്. ഓക്കെ, ആ ഒരു ബ്രാഞ്ചിൽ പഠിക്കാം. അപ്പോൾ ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ UPSC ലെവലിലൊക്കെ കൂടുതലും NCERT പാഠഭാഗങ്ങളൊക്കെ നോക്കേണ്ടതുണ്ട്. ഓക്കെ, KS-നൊക്കെ ആവശ്യമാണ്. ദെൻ ചാപ്റ്റർ 4 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജി വഹിച്ച പങ്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കൂടുതലും ഫാക്ച്വലിയിൽ നിന്നും മാറി ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസിന്റെ കാലഘട്ടം ആയതുകൊണ്ട് നമുക്ക് പല സ്റ്റേറ്റ്മെന്റ്സും ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അതിന് നമ്മൾ കൃത്യമായിട്ട് ടെക്സ്റ്റ് തന്നെ വായിക്കണം. അല്ലാത്ത പക്ഷം നമ്മൾ കേവലം അവിടുന്ന് ഇവിടുന്ന് പറഞ്ഞാലൊന്നും നമുക്ക് ചിലപ്പോൾ എലിമിനേറ്റ് ചെയ്യാൻ പറ്റാതെ. പക്ഷേ ടെക്സ്റ്റ് വായിക്കുന്ന ഒരാൾക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ടെക്സ്റ്റിൽ കണ്ടിട്ടുണ്ടെന്നുള്ളൊരു ഓർമ്മയെങ്കിലും വരും. ഓക്കെ, അതിനാണ് ഞാൻ പറയുന്നത് ടെക്സ്റ്റ് വായിക്കണം. വായിച്ച് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അണ്ടർലൈൻ ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് ആ ഒരു പരീക്ഷ ടൈം അടുക്കുമ്പോൾ ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം വായിച്ചു പോയാൽ മതി. അങ്ങനെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ പഠിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു മിക്ക എമൗണ്ട് ഓഫ് ആസ്പിറൻസിനോട് ചോദിച്ചു കഴിഞ്ഞാലും അവർ പറയാം മേ ബി സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിരിക്കും എളുപ്പം എന്നാണ്. കാരണം നമുക്ക് എലിമിനേഷൻ ടെക്നിക്ക് വഴി ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. കാരണം ഏതെങ്കിലും 4 എണ്ണത്തിൽ എന്താണ് ഇപ്പൊ ശരിയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും അങ്ങനത്തെ തരത്തിൽ സ്റ്റേറ്റ്മെന്റ് ഇടുള്ളൂ. നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന തരത്തിൽ. പക്ഷേ ആ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കണം. പഠിച്ചാൽ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാലേ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, കേവലം ആദ്യമായിട്ട് ആ ഒരു ഏരിയനെ കുറിച്ച് ഒരു അറിവില്ലാത്ത ഒരാൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നന്നായിട്ട് എഴുതാൻ സാധിക്കണം ഒരു ഐഡിയ ഉണ്ടാവില്ല അതിനെക്കുറിച്ച്. നമ്മൾ കൃത്യമായിട്ട് പാഠഭാഗം മനസ്സിലാക്കി പഠിച്ചിട്ട് നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് നോക്കും, നിങ്ങൾക്ക് എളുപ്പമാവും അത്. ഓക്കെ, ദെൻ പൊളിറ്റിക്കൽ സയൻസ് പാർട്ട് 1 ക്ലാസ് 12 ചാപ്റ്റർ 4 ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങൾ. ഇപ്പോൾ നെക്സ്റ്റ് പൊളിറ്റിക്കൽ സയൻസ് പാർട്ട് 1 +2 ഇത് ഇന്ത്യൻ ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ളതാണ് കേട്ടോ നോക്കേണ്ടത്. ക്ലാസ് 12 ചാപ്റ്റർ 4 ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് KS-ന് ഇന്റർനാഷണൽ റിലേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതല്ലാതെ നമ്മളിപ്പോൾ ഫോറിൻ പോളിസി പറയുന്നുണ്ടല്ലോ ഇന്ത്യയുടെ, അതിന്റെ കുറച്ച് ഇപ്പോൾ നമുക്ക് NCERT പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ് ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങൾ. ഇതിൽ പറയുമ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ ഇൻഡെപ്ത് ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടന്റ് ആണത്, നമുക്ക് സിലബസിൽ ഉണ്ട് ഈ പറയുന്ന സംഭവം. ചാപ്റ്റർ 6 ജനാധിപത്യ ക്രമത്തിന്റെ പ്രതിസന്ധി. ദെൻ ചാപ്റ്റർ 7 ജനകീയ പ്രസ്ഥാനങ്ങളുടെ ആവിർഭാവം. ദെൻ ചാപ്റ്റർ 6 അന്തർദേശീയ സംഘടനകൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് നമുക്ക് ഇതിൽ നിന്നായിരിക്കും മേ ബി കൂടുതലും. നമ്മളിപ്പോൾ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് പഠിക്കുമ്പോൾ കുറേയധികം ഉണ്ടല്ലോ, നാറ്റോ, സിയാറ്റോ, സെന്റോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മിക്കപ്പോഴും ഈ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. നമ്മൾ വല്ല റാങ്ക് ഫയൽ നോക്കിയോ അങ്ങനെയൊക്കെയാണ് കൂടുതലും പഠിക്കാൻ ശ്രമിക്കാറുള്ളത് അല്ലെ. അപ്പോൾ നിങ്ങൾ ഈ ടെക്സ്റ്റ് ഒന്ന് നോക്കൂ. ചിലപ്പോൾ ഈ ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ടെക്സ്റ്റിലുള്ള കാര്യം വെച്ചിട്ടായിരിക്കും അവർ ചോദ്യം ഇടുന്ന ചോദ്യകർത്താവ് ഈ പറയുന്ന ടെക്സ്റ്റ് വെച്ചിട്ടായിരിക്കും ഇടാൻ ശ്രമിക്കുക. കുറച്ചും കൂടെ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞല്ലോ, പഠിക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചാൽ കുറച്ചും കൂടെ ആഴത്തിലേക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ വന്നാലും ഇത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് കാണുന്നതെല്ലാം പഠിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഹിസ്റ്ററി റിലേറ്റഡ് ആകുമ്പോൾ നമ്മൾ വായിക്കുന്നത് ടെക്സ്റ്റ് ആണെങ്കിൽ ആ ടെക്സ്റ്റിൽ പറഞ്ഞു പോയിരിക്കുന്ന വർഷങ്ങൾ, അതിൽ പറഞ്ഞു പോയിരിക്കുന്ന പേഴ്സണാലിറ്റീസ്, അവർ ചെയ്ത കാര്യങ്ങൾ, ആരൊക്കെ ഒരു ഇപ്പോൾ നമ്മൾ ഹിസ്റ്ററി റിലേറ്റഡ് ആകുമ്പോൾ ഇൻസിഡന്റിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, ഏത് പ്രദേശത്ത് നടന്നു എന്നൊക്കെയുള്ളതാണല്ലോ കൂടുതലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാൻ. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ഇതിൽ ജിയോഗ്രഫി റിലേറ്റഡ് ആയിട്ട് പഠിച്ചപ്പോൾ ഞാൻ NCERT-യുടെ ഡിസ്കഷൻ നടത്തിയപ്പോൾ അതിൽ നിങ്ങൾ കണ്ടു നമ്മൾ എക്സ്ട്രാ ആയിട്ട് കുറേയധികം കാര്യങ്ങൾ കണ്ടു അല്ലെ. നമ്മൾ മൗണ്ടൻ ബ്രീസ് എന്ന് പറയുന്നത് അതിൽ സ്പെസിഫിക് ആയിട്ട് ഒരു പേര് പറയുന്നുണ്ട് മൗണ്ടൻ ബ്രീസിന്, കാറ്റബാറ്റിക് കാറ്റ് എന്ന് പറഞ്ഞിട്ട്. അത് നിങ്ങൾക്ക് NCERT-യിൽ കാണാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്പെഷ്യൽ നെയിംസ് ചിലപ്പോൾ അവർ ചോദിക്കുന്നത് അവിടെ എടുത്തിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ കൂടുതൽ എന്ത് ചെയ്യേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന അന്തർദേശീയ സംഘടനകൾ വരുന്ന ഈ ഒരു സംഭവം വേൾഡ് ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടാണ് കേട്ടോ. ബാക്കി ഈ 4 ഇന്ത്യൻ ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടാണ്. പിന്നെ നമ്മൾ മുൻപ് പറഞ്ഞ കുറച്ചും ഇന്ത്യൻ ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ നമുക്ക് SCERT പാഠഭാഗങ്ങൾ ഒന്ന് വേഗം ഓടിച്ചു നോക്കാം. ക്ലാസ് 7 ചാപ്റ്റർ 8 നവകേരള സൃഷ്ടിക്കാൻ. ഇത് കേരള ഹിസ്റ്ററിയുടെ ഇതിൽ നിന്നാണ് വളരെയധികം ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു പാഠഭാഗമാണ് കേട്ടോ ഈ ക്ലാസ് 7 ചാപ്റ്റർ 8 നവകേരള സൃഷ്ടിക്കായി. അതുപോലെ തന്നെ അടുത്തതിൽ ചെറിയൊരു എററിന്റെ ക്ലാസ് 12 അല്ല കേട്ടോ, അത് ക്ലാസ് 10 ആണ്. ചാപ്റ്റർ 8 കേരളം ആധുനികതയിലേക്ക്. ഇത് രണ്ടുമാണ് കേരള ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ട് നമ്മൾ എപ്പോഴും വായിച്ചു പോവാം. ഇതിൽ കൂടുതലും ചോദിക്കാനുള്ളത് നമുക്ക് കേരള സൃഷ്ടിക്കായി എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ക്ലാസ് 7 ചാപ്റ്റർ 2 കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്. നമുക്കറിയാം ഇത് ഇന്ത്യൻ ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ക്ലാസ് 7 ചാപ്റ്റർ 2 കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്. ക്ലാസ് 7 ചാപ്റ്റർ 3 ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും. ക്ലാസ് 7 ചാപ്റ്റർ 4 ഇന്ത്യ പുതുയുഗത്തിലേക്ക്. ചാപ്റ്റർ 9 ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും. ഇത്രയും ക്ലാസ് 7-ലെയാണ്. 3 ദെൻ ക്ലാസ് 10 ചാപ്റ്റർ 4 ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും. 5 സംസ്കാരവും ദേശീയതയും. 6 സമരവും സ്വാതന്ത്ര്യവും. 7 സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. ഈ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നിന്ന് നല്ലവണ്ണം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കൂടുതലും നമ്മൾ വായിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും
ഈ പറയുന്ന പോർഷൻസ് എല്ലാം തന്നെ നന്നായിട്ട് തന്നെ വായിക്കുക. നമ്മൾ പറഞ്ഞു പോകുന്നത് നമുക്ക് എക്സാമിനോട് അടുക്കുമ്പോൾ ഇതിൽ കൂടുതൽ പഠിക്കേണ്ട പാഠഭാഗങ്ങളുണ്ട്, ശരിക്കും കൂടുതൽ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ആ ഒരു ടൈം ആകുമ്പോൾ പറയാം, അല്ലാതെ ഇപ്പോഴേ നിങ്ങൾ എന്താണ് അത് മാത്രം വായിച്ചു പോകുന്ന ഒരു ശീലത്തിലേക്ക് എത്തരുത്. ഓക്കെ, ദെൻ വേൾഡ് ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ളതാണ് നെക്സ്റ്റ്. ക്ലാസ് 7 ചാപ്റ്റർ 1 യൂറോപ്പ് പരിവർത്തന പാതയിൽ. ചാപ്റ്റർ 1 ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. ഇത് ക്ലാസ് 10 ആട്ടോ. ഇത്രയും ക്ലാസ് 10ൽ നിന്നാണ്. ഇത് നിങ്ങൾ നോക്കുമ്പോൾ അതിൽ ആക്ച്വലി അമേരിക്കൻ റവല്യൂഷൻ ഒക്കെ തൊട്ടിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇംഗ്ലണ്ട് വിപ്ലവം കൃത്യമായിട്ടൊരു കഥ പോലെ പഠിക്കാൻ പറ്റും നമുക്ക്. അതിൽ നിന്ന് കൂടുതൽ ചോദിക്കാൻ ചാൻസും ഉണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കിയിട്ട് വേറെ ഒരു ഇതിൽ നിന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ. നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും. ഈ വിപ്ലവങ്ങളിൽ നിന്നൊക്കെ നല്ലോണം ചോദ്യങ്ങൾ ചോദിക്കാം. ദെൻ ചാപ്റ്റർ 2 ലോകം 20-ാം നൂറ്റാണ്ടിൽ. അതുപോലെ ചാപ്റ്റർ 2 2011 SCERT വർഷം പറയുകയാണെങ്കിൽ വിപ്ലവങ്ങളുടെ കാലം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, പഴയ ടെക്സ്റ്റ് വേർഷൻസ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അത് ജസ്റ്റ് മെൻഷൻ ചെയ്തു എന്നുള്ളൂ. എന്തായാലും പുതിയത് വായിക്കുക. ദെൻ ചാപ്റ്റർ 4 ലോകയുദ്ധവും തുടർച്ചയും. ഇതും 2011 വേർഷൻ ആണ്. ഓക്കെ, ചാപ്റ്റർ 5 രണ്ടാം ലോകയുദ്ധവും സാമ്രാജ്യത്വത്തിന്റെ തകർച്ചയും. ഇതും SCERT 2011 വേർഷൻ. അപ്പോൾ ഇത് ഇത്രയും അങ്ങനത്തെ ഒരു വേർഷനാണ് പറഞ്ഞപ്പോൾ അത് പറഞ്ഞു എന്നുള്ളത് ഇത്രയും കേട്ടോ. കൂടുതലും ഇപ്പോഴത്തെ നോക്കാം. നെക്സ്റ്റ് ഇയറിൽ 10ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങൾ മാറുമെന്ന് പറയുന്നതൊക്കെ കേൾക്കുന്നു. അപ്പോൾ നമുക്ക് വേറെ പഠിക്കേണ്ടി വരും അല്ലേ. ഓക്കെ, ദെൻ ന്യൂ SCERT പറയുകയാണെങ്കിൽ 7th സ്റ്റാൻഡേർഡിൽ ചാപ്റ്റർ 4 അനീതിയിൽ നിന്ന് നീതിയിലേക്ക്. ദെൻ ചാപ്റ്റർ 12 ചരിത്രത്തിന്റെ ആധാരശിലകൾ. ചാപ്റ്റർ 11 വിവേചനത്തിനെതിരെ. അപ്പോൾ നമ്മൾ ചരിത്രത്തിന്റെ നോക്കി. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളതൊക്കെ നല്ലവണ്ണം നോക്കുക. നമുക്ക് വായിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് ആൻസർ ചെയ്യും കേട്ടോ. നമുക്ക് വളരെയധികം എളുപ്പമായിട്ട് തോന്നും. മാർക്സ് ഒക്കെ ഇമ്പ്രൂവ് ആണ്. നമുക്കിപ്പോൾ ടൈം ഉണ്ട്. ഇപ്പോൾ ടൈം ഉള്ളപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ലാവിഷായിട്ട് സമയമെടുത്ത് വായിക്കാം. പക്ഷേ ഒരു ചാപ്റ്റർ വായിക്കാൻ 1-2 മണിക്കൂറൊന്നും വേണ്ട. നമുക്ക് 1 മണിക്കൂർ കൊണ്ട് തന്നെ ഒരു NCERT ചാപ്റ്റർ വായിക്കാൻ പറ്റും. വായന എന്ന് പറയുന്ന സംഭവം നടക്കും. പക്ഷെ നമ്മുടെ എന്താ പറയുക, ഒരു സ്റ്റഡി, അതായത് പഠനം എന്ന് പറയുന്നത് നടക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, 2-3 ആവർത്തി പഠിക്കണം. നമ്മൾ കേവലം ആദ്യമായിട്ട് വായിച്ചു പോകുമ്പോൾ വെറുതെ വായനയെ നടക്കുള്ളൂ. ഓക്കെ, അതിൽ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചെടുക്കണം. അതിന് സമയം വേണ്ടി വരും. അപ്പോൾ അതിനാണ് നമുക്ക് ഒരു എക്സ്ട്രാ ഒരു 1 hour വേണ്ടി വരിക. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് ഇതൊക്കെ ചെയ്യുക. അതിനാണ് നമ്മൾ SCERT NCERT പാഠഭാഗങ്ങൾ പറയുന്നത്. കേവലം റാങ്ക് ഫയൽ മാത്രം നോക്കിയാൽ കിട്ടുന്നവരുണ്ടാകാം കേട്ടോ, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും കുറച്ചും കൂടെ ടെക്സ്റ്റും കൂടെ വായിച്ച് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. എനിക്ക് പിന്നീട് അങ്ങോട്ടുള്ള എക്സാംസ് ഒക്കെ എളുപ്പമാകാൻ സഹായിച്ചേക്കുന്നത് ഈ ടെക്സ്റ്റും കൂടെ നോക്കാൻ തുടങ്ങിയതിന് ശേഷമാണ്. ഓക്കെ, അലോങ് വിത്ത് റാങ്ക് ഫയൽ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.